This is 24. Good afternoon. ഭൂമിയെയും ജലത്തെയും വായുവിനെയും പക്ഷിമൃഗാദികളെയും ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഉറവിടം മനുഷ്യ മനസ്സുകളിലെ അക്രമവാസനയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞ വാക്കുകളാണിത്. പരിസ്ഥിതിയെ ജീവന് അനുകൂലമാക്കാൻ നാം ഒന്നിച്ച് പ്രവർത്തിക്കാൻ സമയമായെന്ന ഓർമ്മപ്പെടുത്തലോടെ എല്ലാ പ്രേക്ഷകർക്കും ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. സൂര്യാഘാതവും കരുതൽ നടപടികളും എന്ന വിഷയമാണ് ലൈവ് ഡോക്ടേഴ്സ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിനായി നമ്മോടൊപ്പമുള്ളത് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ പ്രൊഫസറും ജനറൽ മെഡിസിൻ വിഭാഗം തലവനുമായ ഡോക്ടർ പി സുരേഷാണ്. ഡോക്ടർ, വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പ്രകൃതിയെ ദ്രോഹിച്ച് നമ്മൾ ചോദിച്ചു വാങ്ങിച്ച ഒരു ശിക്ഷയാണിത്, ഈ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമുക്കിത് കേട്ടുകേൾവി മാത്രമേ ഉള്ളായിരുന്നു, പക്ഷേ ഇപ്പം നമ്മൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ തന്നെയും സൂര്യാഘാതം എന്ന് പറയുമ്പോൾ പലരുടെയും വിചാരം ശരീരം പൊള്ളുന്നു, ഇങ്ങനെയൊക്കെയുള്ള ലളിതമായ കാര്യം, ലളിതമല്ല എങ്കിൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ശരീരത്തിൻ്റെ താപവ്യവസ്ഥയെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഡോക്ടർ തന്നെ പറയൂ, എന്താണ് സൂര്യാഘാതം? നമ്മുടെ ശരീരത്തിന് അതിൻ്റെ ഊഷ്മാവ് ക്രമീകരിക്കാനുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഊഷ്മാവ് കൂടുമ്പോൾ ഈ ത്വക്കിലുള്ള ഈ ഊഷ്മാവിനെ ക്രമീകരിക്കാനുള്ള കോശങ്ങൾ ഉദ്ദീപിപ്പിക്കപ്പെടും. ഇത് തലച്ചോറിലുള്ള ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന അവയവത്തെ ഉദ്ദീപിപ്പിച്ചിട്ട് അതിൽ നിന്നും വരുന്ന സ്റ്റിമുലസിന് ആനുപാതികമായിട്ട് നമ്മുടെ ശരീരത്തിന് അകത്തുള്ള ബ്ലഡിനകത്തുള്ള ടെമ്പറേച്ചറിനെ ക്രമീകരിക്കാൻ വേണ്ടി ഊഷ്മാവ് പുറത്തോട്ട് തള്ളിക്കളയണം. ഇതിനു വേണ്ടിയിട്ട് ത്വക്കിലുള്ള രക്തക്കൊല്ലുകളെ വികസിപ്പിച്ചിട്ട് കൂടുതലായിട്ടുള്ള ഊഷ്മാവിനെ പുറത്തോട്ട് തള്ളുന്നു. അതേ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികളുണ്ട്. ഈ വിയർപ്പ് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെയും ഉദ്ദീപിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള കൂടുതലായിട്ട് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കും. ഈ വിയർപ്പ് ബാഷ്പീകരിക്കുമ്പോൾ അതുവഴിയും നമ്മുടെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു 36.6 മുതൽ 37.6 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മുടെ ശരീരോഷ്മാവ് ക്രമീകരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ശരീരത്തിന് കൃത്യമായിട്ട് അതിൻ്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം കൃത്യമായ രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഊഷ്മാവ് വളരെയധികം കൂടുകയും നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ജലാംശം കുറഞ്ഞിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ ഈ സന്തുലിതാവസ്ഥയ്ക്ക് വളരെയധികം കോട്ടം സംഭവിക്കുകയും നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് ഒരു 40.6 ഡിഗ്രി സെൽഷ്യസോ അല്ലെങ്കിൽ 105 ഡിഗ്രി ഫാരൻഹീറ്റ് ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാവിധ സന്തുലിതാവസ്ഥയും തകിടം മറിയുകയാണ്. അതിപ്പോൾ ഹൃദയത്തിൻ്റെ ആകാം, ലിവറിൻ്റെ ആവാം, കിഡ്നിയുടെ ആവാം, തലച്ചോറിൻ്റെ ആവാം. അങ്ങനെ വളരെ ഗുരുതരമായ അപസ്മാരം പോലും വരാവുന്ന തരത്തിലും പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കാവുന്ന തരത്തിലുമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ്റെ ശരീരം മാറുകയും ചിലപ്പോൾ രക്തം കട്ട പിടിക്കുന്ന രീതി വിട്ടിട്ട് ബ്ലീഡിങ് ടെൻഡൻസി, ഡിസമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കോയാഗുലേഷൻ എന്നൊക്കെ പറയുന്ന അത്രയും ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് പോയി മരണം സംഭവിക്കാവുന്ന ഒരവസ്ഥ വരെ. ഇതിനെയാണ് നമ്മൾ സൂര്യാഘാതം അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ സൺസ്ട്രോക്ക് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ അതൊട്ടും കേട്ടുകേൾവിയുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഇപ്പോഴത്തെ അർബനൈസേഷൻ കൊണ്ടും ആൾക്കാർ കൂടുതൽ നഗരത്തിലോട്ട് വന്നതുകൊണ്ടും ചെടികളും മറ്റതൊക്കെ വെട്ടി അടുത്തടുത്ത് താമസമായതുകൂടി വെന്റിലേഷൻസ് വളരെയധികം കുറഞ്ഞു തുടങ്ങി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുറത്തിറങ്ങിയാൽ മാത്രമേ സൂര്യാഘാതം വരുന്നു എന്നൊരവസ്ഥയില്ല. അതിനു മുമ്പ് ഉഷ്ണതരംഗം എന്ന് പറഞ്ഞ ഒരു കാര്യം കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഈ ഉഷ്ണതരംഗം എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിലുള്ള ഊഷ്മാവ് നമ്മുടെ സമതലമായുള്ള സ്ഥലങ്ങളിൽ പ്ലെയിൻ സർഫസിൽ ഒരു 40 ഡിഗ്രി സെൽഷ്യസിന് മേലെ പോവുകയും അല്ലെങ്കിൽ ഹില്ലി ഏരിയാസിൽ ഒരു 30 ഡിഗ്രി സെൽഷ്യസിന് മേലെ പോകുമ്പോഴും മൈൽഡായിട്ടുള്ള ഉഷ്ണതരംഗം വരാനുള്ള സാധ്യതയുണ്ട്. തിരിച്ചു വരാം. ഒരു കോളർ വെയിറ്റിംഗിലാണ്. തൃശ്ശൂരിൽ നിന്ന് പ്രത്യൂഷാണ്. പ്രത്യൂഷ്, ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് ചോദിക്കാം. നമസ്കാരം സാർ. നമസ്കാരം സാർ, പ്രത്യൂഷാണ്, ചാലക്കുടി മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. പറഞ്ഞോളൂ സാർ. നമ്മൾ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ സൂര്യാഘാതത്തിന്റെ സമയത്ത് ബൈക്ക്, 2 വീലർ ഉപയോഗം വളരെ കൂടുതലുള്ള ആൾക്കാരാണ് സാർ. അപ്പോൾ നമ്മൾ 2 വീലർ ഓടിക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നൊക്കെ അറിയാൻ വിളിച്ചതാണ് സാർ. നമ്മുടെ ഏറ്റവും കൂടുതൽ സൂര്യാഘാതം വരാൻ സാധ്യതയുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 മണിക്കും 3 മണിയുടെ ഇടയ്ക്കാണ്. വളരെയധികം ചൂടുള്ള സമയത്ത് കഴിവതും തുറസായ സ്ഥലത്തൂടെ 2 വീലേഴ്സ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അങ്ങനെ പോകേണ്ട ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിച്ച് ശരീരത്തിലെ ജലാംശം ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ പോകാൻ ശ്രദ്ധിക്കുക. തുടർച്ചയായിട്ട് ഡ്രൈവ് ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇടവേളകൾ എടുത്ത് വെള്ളം കുടിച്ച് അതും ലവണങ്ങൾ അടങ്ങിയിട്ടുള്ള വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ടൈറ്റായിട്ടുള്ള ജാക്കറ്റ്സ് ഒരു കാരണവശാലും യൂസ് ചെയ്യാതിരിക്കുക.
നിങ്ങൾ കുറച്ചുകൂടെ ലൂസായിട്ടുള്ള കോട്ടൺ ടൈപ്പ് ഡ്രസ്സസ് ഉപയോഗിച്ചിട്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. ഇടവേളകൾ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്ന കാര്യം ഒരിക്കലും മറക്കരുത്. ഇപ്പോൾ പ്രത്യൂഷിന് അത് മനസ്സിലായി കാണും. പ്രത്യൂഷിനെ പോലെ ഒരുപാട് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സും അതുപോലെ ജോലി ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നത് ഹീറ്റ് വേവ്സിനെ കുറിച്ചാണ്. അതെ. അപ്പോൾ നമ്മൾ ഉഷ്ണതരംഗം ഇപ്പോൾ 46.6 ഡിഗ്രിക്ക് മേലെ അന്തരീക്ഷ ഊഷ്മാവ് പോവുകയാണെങ്കിൽ ഈ ഉഷ്ണതരംഗം വളരെയധികം കൂടുന്ന ഒരവസ്ഥയാണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ അത് ഇപ്പോൾ ആയി വരുന്നേ ഉള്ളൂ. പാലക്കാടൊക്കെ 41 ഡിഗ്രി ഉണ്ട് ഇന്നെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാവുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ അന്തരീക്ഷത്തിലുള്ള ഈർപ്പത്തിൻ്റെ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈർപ്പം കൂടി നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപ്പ് ബാഷ്പീകരിച്ച് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണത്തോടു കൂടി പറയാം. ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ള ഊഷ്മാവ് 29 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ എന്ന് വയ്ക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഈർപ്പം ഒട്ടും തന്നെ അന്തരീക്ഷത്തിലില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരു 26 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ അനുഭവത്തിൽ വരികയുള്ളൂ. മറിച്ച് അന്തരീക്ഷത്തിലുള്ള ഈർപ്പത്തിൻ്റെ അളവ് 80% അതിൽ കൂടുതലോ ആണെങ്കിൽ 29 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിന് ഒരു 36 ഡിഗ്രി സെൽഷ്യസിൻ്റെ അനുഭവം ഫീൽ ചെയ്യും. അതുകൊണ്ട് അന്തരീക്ഷത്തിലുള്ള ഈർപ്പത്തിൻ്റെ അളവ് കേരളത്തിൽ അത് വളരെ കൂടുതലാണ്. കാരണം നമുക്ക് സീ ബെൽറ്റ് കൂടുതലുള്ളതുകൊണ്ട് നമ്മുടെ ഈർപ്പത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഉഷ്ണതരംഗത്തിനും അതുമൂലം സൂര്യാഘാതത്തിനും കാരണമാവാറുണ്ട്. അപ്പോൾ ഈ സൂര്യാഘാതം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരെയും ബാധിക്കുന്നതാണ്. പക്ഷേ ഡോക്ടർ പറഞ്ഞതുപോലെ പാലക്കാട് 41 ഡിഗ്രി, കഴിഞ്ഞ ദിവസം 42 ഡിഗ്രി വരെ വന്നു എന്ന് പറയുന്നു. അപ്പോൾ തന്നെ എല്ലാവരെയും ബാധിക്കുന്നതാണെങ്കിലും ചില വിഭാഗത്തെ ഇത് കൂടുതൽ ബാധിക്കുന്നു. അപ്പോൾ ഏതൊക്കെ ആൾക്കാരാണ് ഇതിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നത്? സാധാരണഗതിയിൽ നമുക്ക് സൂര്യാഘാതത്തിനെ രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് എക്സേർഷണൽ, അതായത് അധ്വാനിക്കുന്ന ജനവിഭാഗത്തും വീട്ടിലിരിക്കുന്ന ആളുകളിലും. വീട്ടിലിരിക്കുന്നവർക്കും സൂര്യാഘാതം വരാം. അതാണ് അതിലുള്ള ഏറ്റവും രസകരമായ കാര്യം. പ്രായമായ ആളുകൾ, കുട്ടികൾ, ഇപ്പോൾ രോഗികൾ, ഇവർക്ക് സൂര്യാഘാതം സംഭവിക്കാം. ഇപ്പോൾ വെന്റിലേഷനൊന്നും അധികം ഇല്ലാത്ത വീടുകളാണെങ്കിൽ അതിനെ നമ്മൾ ക്ലാസിക് എപ്പിഡമിക് ഹീറ്റ് സ്ട്രോക്ക് എന്നാണ് പറയുക. അപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് ഈ ജലാംശം ചിലപ്പോൾ നിൽക്കണമെന്നില്ല. കുറേയൊക്കെ നിർജ്ജലീകരണം അവരുടെ അസുഖം കൊണ്ടോ, ഇപ്പോൾ ഷുഗറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ ശരീരത്തിലുള്ള ഓട്ടോണോമിക് നെർവ്സിനൊന്നും ഈ പറഞ്ഞ രീതിയിൽ വിയർപ്പിനെ ക്രമീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിർജ്ജലീകരണം അവരുടെ ശരീരത്തിലുണ്ടാവാം. പിന്നെ എന്തെങ്കിലും ചെറുതരത്തിലുള്ള ഗുളികകൾ കഴിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്ന ഗുളികകളുണ്ടാവാം. അത് കഴിക്കുന്നവരിലും ഈ പറഞ്ഞ പോലെ ശരീരത്തിലുള്ള ജലാംശം നിലനിൽക്കാതെ വരാം. അവരിൽ പിന്നെ അവർ പ്രായമുള്ളവരും രോഗികളുമാവുമ്പോൾ എപ്പോഴും അവർക്ക് വെള്ളം കുടിക്കുന്നതിനുള്ള കൃത്യമായിട്ടുള്ള അളവ് ചിലപ്പോൾ കിട്ടിക്കണമെന്നില്ല, അല്ലെങ്കിൽ അവരത് ശ്രദ്ധിക്കണമെന്നില്ല. ക്ഷീണം കൊണ്ടാവാം, അവരത് ശ്രദ്ധിക്കണമെന്നില്ല. അങ്ങനെയുള്ളവരിൽ അവരറിയാതെ തന്നെ ചിലപ്പോൾ ഉറക്കത്തിലോ അല്ലെങ്കിൽ ഉച്ചനേരത്തോ ഒക്കെ അവർക്ക് ഹീറ്റ് സ്ട്രോക്ക് വരണം. അതൊരു ഗ്രൂപ്പ്. പിന്നെ മറ്റേ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ. അത് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ്. അവരിൽ ഇപ്പോൾ സ്പോർട്സ്മാൻ, അത്ലറ്റ്സ് വരാം. പിന്നെ മിലിറ്ററി ഫോഴ്സിലുള്ള ആളുകൾ വരാം. ഈ പറഞ്ഞ പോലെ പുറത്ത് യാത്ര ചെയ്യേണ്ടി വരുന്ന മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് പോലുള്ള ആളുകൾ വരാം. പിന്നെ ഈ ഫിഷർമാൻ, മുക്കുവർ, അവരൊക്കെ തുറസായിട്ടുള്ള വഞ്ചികളിലൊക്കെ ഒറ്റയ്ക്ക് പോകുന്ന ആളുകൾ ഉണ്ടാവാം. പിന്നെ റോഡ് പണിക്കാർ, പിന്നെ ഫാർമേഴ്സ്, കർഷകരും വയലിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, പിന്നെ ഇപ്പോൾ പറയുന്ന നമ്മുടെ ബംഗാളികളും അവരൊക്കെ ഒത്തിരി പേര്, അവർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അവർ റോഡിലൊക്കെ ഒത്തിരി നിന്ന് പണിയെടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകളിൽ ഈ പറഞ്ഞ പോലെ ഹീറ്റ് സ്ട്രോക്ക്, ഫിസിക്കൽ എക്സേർഷൻ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് കൂടും, ജലാംശം ഒത്തിരി വേർത്ത് പോകും. ഇവരിൽ നിന്ന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ശരീരത്തിലുള്ള സോഡിയം പൊട്ടാസ്യം ഒക്കെ ഇവരുടെ വേർപ്പിലൂടെ കൂടുതൽ പോകും. അപ്പോൾ ഒരു കോളറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചേലക്കരയിൽ നിന്ന് സുരേഷ് ആണ്. സുരേഷ്, ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ചോദിക്കാം. ഹലോ, ചേലക്കരയിൽ നിന്ന് സേതു. പറഞ്ഞോളൂ. ഈ സുരേഷിന്റെ സാറിന്റെ അടുത്തും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞോളൂ സേതു, പറഞ്ഞോളൂ. നല്ല ചൂടുണ്ട് ഈ വേനൽക്കാലത്തെ. ഈ വേനൽക്കാലത്ത് ഭയങ്കര ചൂട്. അതിന് നമുക്ക് തണുപ്പിക്കാൻ എന്തേലും പറ്റുന്ന വെള്ളം എന്താണ്? എന്തൊക്കെ തരത്തിലുള്ള വെള്ളങ്ങളാണ് കുടിക്കേണ്ടതാണ്? എത്ര വയസ്സുണ്ട് സേതുവിന്? എനിക്ക് 48 വയസ്സ്. 48 വയസ്സ്. വേറെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലല്ലോ, ഒന്നുമില്ല. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കഴിവതും ചൂട് കൂടുതലുള്ള സമയത്ത്, ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, 11 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് നിങ്ങൾ പുറത്തിറങ്ങി നടക്കാതിരിക്കുക. അത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പുറത്ത് പോവുകയാണെങ്കിൽ കുടയോ എന്തെങ്കിലും കൃത്യമായിട്ട് ഉപയോഗിക്കണം, അല്ലെങ്കിൽ തൊപ്പി കൃത്യമായിട്ട് ഉപയോഗിക്കണം. പിന്നെ നിങ്ങൾക്ക് കുടിക്കാവുന്ന വെള്ളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഇളനീര് കുടിക്കാം, പിന്നെ നാരങ്ങ വെള്ളം കുടിക്കാം, പിന്നെ ORS ലായനി, അത് വീട്ടിലുണ്ടാക്കുന്നതോ അത് അല്ലെങ്കിൽ മേടിക്കാൻ കിട്ടും. നമുക്ക് 3 രൂപയേ ഉള്ളൂ ചെറിയ പാക്കറ്റിന്. വലുതിനാണെങ്കിൽ ഒരു 13 രൂപയൊക്കെ ഉള്ളൂ. അത് 5 ഗ്ലാസ് വെള്ളത്തിൽ കലക്കുന്ന രീതിയിലുള്ളതുണ്ട്, 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കുന്ന രീതിയിലുണ്ട്. അങ്ങനെയുള്ള ഇത് ഇടവിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. ഒരു ദിവസം നമ്മുടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൃത്യമായ രീതിയിൽ വെള്ളം കുടിച്ചോ എന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൂത്രം പോകുന്നതിൻ്റെ നിറം നോക്കുക.
മൂത്രം പോകുന്നത് വളരെയധികം മഞ്ഞ നിറത്തിൽ കൊഴുത്താണ് പോകുന്നതെങ്കിൽ നിങ്ങൾ വേണ്ട അളവിൽ വെള്ളം കുടിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. വെള്ളം നന്നായിട്ട് കുടിച്ചിട്ട് ഒരു ദിവസം ഒരു 4-5 പ്രാവശ്യം കൃത്യമായുള്ള അളവിൽ മൂത്രം പോവുകയാണെങ്കിൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൃത്യമാണെന്നർത്ഥം. ഇപ്പോൾ ഡോക്ടർ സംസാരിച്ചുകൊണ്ട് വന്നത് ഈ ജലവും ലവണങ്ങളും കുറയുന്നതിനെ പറ്റി. അപ്പോൾ നമുക്കറിയാം മനുഷ്യ ശരീരത്തിൽ ആവശ്യമായ സോഡിയം കാൽഷ്യം ഒക്കെ വേണം. അപ്പോൾ ഈ സൂര്യാഘാതം മൂലം ഈ സോഡിയം കാൽഷ്യം ഒക്കെ കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് മെച്ചപ്പെടുത്താൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഈ പറഞ്ഞ പോലെ ലവണങ്ങൾ അടങ്ങിയിട്ടുള്ള വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ ശ്രദ്ധിക്കുക. അതിലേറ്റവും നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് നമ്മുടെ നാട്ടിൽ ORS ലായനി കുടിക്കാം, ഇല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ട് കുടിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നാരങ്ങ വെള്ളം, ഇളനീര്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന സിമ്പിളായിട്ടുള്ള വെറും വെള്ളം കുടിച്ചാൽ ചിലപ്പോൾ ഈ പുറത്തൊക്കെ പണിക്ക് പോകുന്ന ആളുകളിലാണെങ്കിൽ അവരുടെ സോഡിയത്തിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ അവർ കൂടുതൽ വെറും വെള്ളം മാത്രം കുടിക്കുന്നത് വെച്ചാൽ വീണ്ടും സോഡിയം കുറഞ്ഞു പോകാനാണ് സാധ്യത. അപ്പോൾ എപ്പോഴും ലവണങ്ങൾ അടങ്ങിയിട്ടുള്ള വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. കാരണം സോഡിയം കുറയുമ്പോൾ മറ്റ് ശരീരത്തിനകത്തുള്ള കാൽസ്യം, മഗ്നീഷ്യം എന്നുള്ള മറ്റ് ലവണങ്ങളുടെ അളവിനെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് ഒരു പരിധിയിൽ കൂടുതൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഛർദിലോ അല്ലെങ്കിൽ തലകറങ്ങി വീഴോ കൈകാല് കൊച്ചു വലിക്കൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് ലവണത്തിൻ്റെ അളവ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഒരു സ്ഥലകാല വിഭ്രാന്തി വരെ വരാം. ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ നമ്മൾ സൂര്യാഘാതം പറഞ്ഞു കഴിയുമ്പോൾ സൂര്യാഘാതം കൂടുതൽ കഠിനമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ഇത് പല സ്റ്റേജുകളായിട്ടാണ് സാധാരണ കാണാറ്. ചിലപ്പോൾ തുടക്കത്തിൽ തന്നെ ആളുകൾക്ക് ആ എക്സ്ട്രീം സ്റ്റേജിലേക്ക് പോകണം എന്നില്ല. അതിന് പകരമായിട്ട് ചിലപ്പോൾ ചെറിയ കാല് കോച്ചി വലിക്കൽ, അതിനെ ഹീറ്റ് മസിൽ ക്രാംസ് എന്നാണ് പറയുക. അതേപോലെ ചില തുടക്കത്തിൽ കുറച്ചൊക്കെ നിൽക്കുന്ന ആളുകൾ കാലിൽ ചെറിയ നീര്, കയ്യിൽ ചെറിയ നീരൊക്കെ ഉണ്ടാവുള്ളൂ. അതൊന്നും ശരീരം ഒന്ന് തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാവുന്നുള്ളൂ. അതേപോലെ പലപ്പോഴും ചൂട് തുടങ്ങുമ്പോൾ എല്ലാവരും കുഞ്ഞു കുഞ്ഞു ചൂട് കുരുക്കൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ പ്രിക്ലി ഹീറ്റ് എന്ന് പറയുന്ന പോലെ, അത് ഹീറ്റ് റാഷ് എന്നാണ് പറയുക. ഇതൊക്കെ അതിൻ്റെ തുടക്ക ലക്ഷണങ്ങളാണ്. അതിനെയൊക്കെ പലപ്പോഴും ഇഗ്നോർ ചെയ്ത് വീണ്ടും നമ്മൾ വെയിലത്തും മറ്റൊക്കെ നടക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ. ചിലർ ഹീറ്റ് എക്സോഷൻ അല്ലെങ്കിൽ ഹീറ്റ് സിങ്കോപ്പ്. അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് തല ഇറങ്ങി ചെറുതായിട്ട് വീഴും. അപ്പോൾ ഒരു കുറച്ച് വെള്ളമൊക്കെ കുടിച്ചത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വീണ്ടും നടക്കുന്നതുകൊണ്ടാണ് മറ്റു പ്രശ്നങ്ങൾ. ഹീറ്റ് എക്സോഷൻ എന്ന് പറയുമ്പോൾ ടോട്ടലി ആ സമയത്താണ് നമ്മുടെ ശരീരത്തിനകത്ത് കോച്ചിപ്പിടുത്തവും തലകറക്കവും മറ്റ് കുറച്ചൊരു ഓർമ്മക്കുറവ് പോലെയൊക്കെ വന്നു തുടങ്ങുന്നത്. ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് റെസ്റ്റ് എടുത്തോണം. ഇല്ലെങ്കിലാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഹീറ്റ് സ്ട്രോക്ക് എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്. ഹീറ്റ് സ്ട്രോക്ക് വന്നു കഴിയുമ്പോഴേക്കും ആൾ ചിലപ്പോൾ മുഴുവനായിട്ട് ബോധം കെട്ട് വീഴുകയും അപസ്മാരം പോലുള്ള അവസ്ഥ വരിക, പിന്നെ ഹൃദയത്തിൻ്റെയോ ലിവറിനെയോ മറ്റ് കിഡ്നിയോ ഒക്കെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് അത് മാറും. ഒരു കോൾ റോഡ് ഉണ്ട്. ഗുരുവായൂരിൽ നിന്ന് ടോണിയാണ്. ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് ചോദിക്കാം. ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ. സാർ, ഏതൊക്കെ രീതിയിലുള്ള മെഡിസിൻസ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? മെഡിസിൻസ് എന്ന് ഉദ്ദേശിച്ചത് സൂര്യാഘാതം വരാതിരിക്കാനാണോ ഉദ്ദേശിച്ചത്? അത് അല്ലെങ്കിൽ അത് കഴിക്കുന്നവരിൽ ഇതിന് മരുന്നായിട്ട് ചികിത്സയില്ല. നമ്മൾ സൂര്യാഘാതത്തിന് എപ്പോഴും നമ്മുടെ ശരീരത്തിനകത്തുള്ള ജലാംശം നിലനിർത്തുക എന്നുള്ളതാണ്. നമ്മൾ ചിലതരം രോഗികളിൽ സൂര്യാഘാതം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുള്ള രോഗികളിൽ അവരുടെ ശരീരത്തിനകത്ത് നീര് നിൽക്കുമ്പോൾ അത് കളയാനായിട്ട് നമ്മൾ ഡയൂറിറ്റിക്സ് പോലുള്ള ചിലത് ഉപയോഗിക്കും. പിന്നെ മാനസിക രോഗത്തിനായിട്ട് ചില ഗുളികകൾ കഴിക്കുന്നവരിൽ, അതുപോലെ ചില മസിൽ റിലാക്സൻസ് കഴിക്കുന്നവരിൽ, പിന്നെ ലിത്തിയം പോലുള്ള ചില ഗുളികകൾ കഴിക്കുന്നവരിൽ, ഇവരിലൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണെന്നേ ഉള്ളൂ. അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവുകയില്ല. അതാണല്ലേ ഉദ്ദേശിച്ചത് ടോണി, അല്ലേ? ഹലോ, അങ്ങനെ വല്ല മെഡിസിൻസ് ഇതിന് ചികിത്സയായിട്ടല്ലേ? ഇതിൻ്റെ ചികിത്സ എന്ന് പറയുമ്പോൾ അത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിനെ ബാധിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ കിഡ്നിയെ ബാധിക്കുമ്പോൾ ആ രീതിയിലുള്ളത്, ചിലപ്പോൾ അപസ്മാരമായിട്ട് വരാം. അപസ്മാരം വരുമ്പോൾ തന്നെ ചില രീതിയിലുള്ള ഗുളികകളെ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സാധാരണ പനി വരുന്ന പോലെ നമ്മൾ പാരസെറ്റമോളോ മറ്റോ കഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഈ രോഗികളുടെ ലിവറൊക്കെ സൂര്യാഘാതം മുഴുവൻ കേടായി കിടക്കുകയായിരിക്കും. അപ്പോൾ അവർക്ക് ഒരു കാരണവശാലും പാരസെറ്റമോൾ പോലുള്ള നമ്മുടെ സാധാരണ പനി വരുമ്പോൾ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കാനേ പാടില്ല. രോഗികളെ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രാഥമിക ശുശ്രൂഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗികളെ പെട്ടെന്ന് തന്നെ, പ്രാഥമിക ശുശ്രൂഷ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സൂര്യാഘാതം ബാധിച്ച് കിടക്കുന്ന ഒരു രോഗിയെ നമ്മൾ കണ്ടു എന്ന് വിചാരിക്കുക, അയാളെ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു തണലത്തോട്ട് മാറ്റി കഴിഞ്ഞിട്ട് അയാളുടെ ദേഹത്തു നിന്നുള്ള ടൈറ്റായിട്ടുള്ള ഡ്രസ്സസൊക്കെ മാറ്റി ദേഹം തണുപ്പിക്കാൻ ശ്രമിക്കുക. ആദ്യം തന്നെ വെള്ളം ഒഴിച്ചൊഴിച്ച് കൊടുത്ത് തണുപ്പിക്കാൻ ശ്രമിക്കുക. പറ്റുവാണെങ്കിൽ വിശറിയോ അല്ലെങ്കിൽ കയ്യിലുള്ള എന്തെങ്കിലും ബുക്കോ എന്തെങ്കിലും വീശി കൊടുക്കുക. ഫാനോ വല്ലതും കിട്ടുവാണെങ്കിൽ അത് വെച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ എന്നിട്ട് 2 കക്ഷത്തും അല്ലെങ്കിൽ ഒടിയിലൊക്കെ നമ്മൾ നല്ല ഐസ് പാക്സ് വെച്ച് മാക്സിമം ശരീരം തണുപ്പിക്കാൻ നോക്കുക. എന്നിട്ട് രോഗിയെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് മാറ്റുക. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, തണുപ്പിച്ച അവസ്ഥ, അതായത് ഒരു 15 ഡിഗ്രി സെൽഷ്യസിലുള്ള
ഫ്ലൂയിഡാണ് നമ്മുടെ ശരീരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ദേഹത്തോട്ട് കയറ്റിവിടും. അതുപോലെ തന്നെ അതിപ്പോൾ ട്യൂബ് ഇട്ടിട്ടാവാം, നമ്മൾ ഡ്രിപ്പ് കൊടുക്കണ പോലെ ആവാം, ഇല്ലെങ്കിൽ മൂത്രനാളി വഴി ട്യൂബ് ഇട്ടിട്ട് അതിലോട് കൊടുക്കുന്നതാവാം. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ ചിലവരുടെ രക്തം കട്ട പിടിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും, അങ്ങനെയുള്ളവർക്ക് പ്ലാസ്മ പോലത്തുള്ള സാധനങ്ങൾ കൊടുക്കാം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നത് ഗുരുതരമായ ഹീറ്റ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചാണ്. അതെ. അപ്പോൾ നമ്മൾ അത് വരുമ്പോൾ ആദ്യം തന്നെ ഈ രോഗിക്ക് ചിലപ്പോൾ ഒരു ഛർദ്ദിക്കാൻ ഉള്ള ബുദ്ധിമുട്ട് വരാം. നമ്മുടെ ശരീരത്തിനകത്ത് ടെമ്പറേച്ചർ പതുക്കെ കൂടുമ്പോൾ തന്നെ നമ്മുടെ നെഞ്ചിടിപ്പ് കൂടും. ഇപ്പോൾ ഒരു ചെറിയ പനി വരുമ്പോൾ തന്നെ ഒരു 10 മുതൽ 18 ബീറ്റ് വരെ കൂടാറുണ്ട് ചിലവരുടെ കേസിൽ. അപ്പോൾ ശ്വാസഗതി അതേപോലെ 4 മുതൽ 6 വരെ കൂടാറുണ്ട്. അപ്പോൾ നല്ല ടെമ്പറേച്ചർ ശരീരത്തിൽ കൂടുമ്പോൾ തന്നെ ശ്വാസഗതി കണ്ടമാനം അങ്ങ് കൂടിപ്പോകും. ഈ ശ്വാസഗതി കൂടിപ്പോകുമ്പോൾ എന്താണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള കാൽസ്യത്തിൻ്റെ അളവിൽ മാറ്റങ്ങൾ വരും. അത് കോച്ചിപ്പിടുത്തവും മറ്റു പ്രശ്നങ്ങളിലേക്കൊക്കെ വരും. ഒത്തിരി ഇപ്പോൾ ഈ ലവണങ്ങൾ മാറിക്കഴിയുമ്പോൾ ആൾക്ക് ഛർദ്ദിക്കാനൊക്കെ തോന്നി തുടങ്ങും. പിന്നെ നെഞ്ചിടിപ്പ് കൂടാം. കണ്ടമാനം നെഞ്ചിടിപ്പ് കൂടിയ ഹാർട്ടിൻ്റെ പമ്പിങ്ങും മറ്റു പ്രശ്നങ്ങളും വ്യത്യാസപ്പെടും. പിന്നെ ചിലതരം രോഗികൾ മുമ്പ് തന്നെ അസുഖങ്ങളുള്ള രോഗികളാണെങ്കിൽ അവരുടെ ലിവറിനെയും മറ്റും ബാധിക്കുമ്പോൾ അത് സംബന്ധിച്ചുള്ള കേടുകൾ വന്നു തുടങ്ങും. പിന്നെ മസിൽസിലുള്ള റാബ്ഡോമയോലൈസിസ് എന്ന് പറയും. അതായത് നമ്മുടെ മസിൽസിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടീൻസും മയോഗ്ലോബിൻസൊക്കെ കേടായിട്ട് അത് കിഡ്നി വഴി പുറത്തോട്ട് പോയി അപ്പോൾ കിഡ്നിയെ അങ്ങനത്തെ രീതിയിൽ കേടാക്കാം. രോഗിക്ക് ഇതെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ തലച്ചോറിലുള്ള ജലാംശം കുറയുമ്പോൾ രോഗി തലകറങ്ങി വീണ് ശരിക്കുള്ള അപസ്മാരം പോലുള്ള അവസ്ഥയും നൊരയും പതയൊക്കെ വായിന്ന് വന്ന് ബുദ്ധിമുട്ടുകൾ വരാം. ചിലപ്പോൾ ചിത്തഭ്രമം വരുന്ന അവസ്ഥ വരുന്നത്. ഇപ്പോൾ ഹാലൂസിനേഷൻസൊക്കെ ഇപ്പോൾ നമ്മൾ സൈക്യാട്രിക് സിസോഫ്രീനിയകൾ രോഗികൾ അല്ലെങ്കിൽ മറ്റുള്ളവരിലൊക്കെ അവരത് അവിടെ പലതും നിൽക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ പനി വന്നു കഴിഞ്ഞാൽ അവർ ഡെലിറിയസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹാലൂസിനേഷൻസൊക്കെ കാണിക്കാറുണ്ട്. അതേപോലത്തെ ഒരു ഫേസിലേക്കും ചിലപ്പോൾ ആൾ പോവാം. അതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയാണ്. പെട്ടെന്ന് നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ രോഗി ചിലപ്പോൾ മരണപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അധികമുള്ള അവയവമാണ് ചർമ്മം എന്ന് പറയുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിന് അപ്പോൾ എല്ലാവരുടെയും ഒരു ധാരണ എന്ന് പറയുന്നത് ഈ സൂര്യാഘാതം എന്ന് പറയുന്നത് ചർമ്മത്തെ മാത്രം ബാധിക്കും. ഒന്നി പൊള്ളും, അല്ലെങ്കിൽ ഇച്ചിരി കൂടിയാൽ കൂടുതൽ പൊള്ളലുണ്ടാകും, അതുകൊണ്ട് നിൽക്കും. പക്ഷേ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ കിഡ്നിയെ ബാധിക്കാം, ലിവറിനെ ബാധിക്കാം, ബ്രെയിനിനെ ബാധിക്കാം. അപ്പം മറ്റേതെങ്കിലും ആന്തരാവയവങ്ങളെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ലിവറിനെ ബാധിക്കാം. അതേപോലെ ശ്വാസകോശത്തിൽ ഇപ്പോൾ ചിലപ്പോൾ ആൾ ബോധം കെട്ട് വീണ ആസ്പിറേഷൻ ന്യൂമോണിയ പോലെ ശ്വാസകോശത്തിലേക്ക് വരാം. പിന്നെ നോൺ കാർഡിയോജനിക് പൾമണറി എഡിയമ എന്ന് പറയും. അതായത് സാധാരണ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിയുമ്പോൾ ശ്വാസകോശത്തിൽ വെള്ളം നിറയാൻ അല്ലെങ്കിൽ ബ്ലഡ് നിറയുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇതൊന്നും ഹാർട്ടിന് പ്രത്യേകിച്ച് കേടൊന്നും ഇല്ലാതെ തന്നെ രക്തക്കൊഴലുകൾ കൂടുതൽ ഉള്ളിലുള്ള കേട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിനകത്തോട്ട് കൂടുതൽ ഫ്ലൂയിഡ് വന്നിട്ട് ARDS എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കും ഇത് പോവാറുണ്ട്. പിന്നെ ഇതേ പറഞ്ഞ പോലെ റാബ്ഡോമയോലൈസിസ് വന്ന് കിഡ്നിക്ക് അത് സ്പെസിഫിക് ആയിട്ട് പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞ പുറംപണിക്ക് പോകുന്ന ആളുകളിലാണ് ആ ഒരു പ്രശ്നം കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ഷുഗർ ലെവൽ വളരെയധികം താന്നു പോവാം ഇങ്ങനെയുള്ളവരിൽ. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഷുഗർ ലെവൽ താന്നു. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ നമ്മൾ ആശുപത്രി ആ രോഗിയെ കൊണ്ടുപോകുന്ന സമയത്ത് ആശുപത്രിയിൽ എത്തിക്കഴിയുമ്പോൾ അയാളുടെ ഷുഗർ ലെവൽ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. പിന്നെ ഇവരുടെ ചികിത്സയുടെ രീതിയിലും മാറ്റമുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ ഒരു പേഷ്യൻറ്റിന് അവിടെ ചെന്നു ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പോയി എന്ന് വിചാരിക്കാം. നമുക്ക് സാധാരണ കൊടുക്കുന്ന ഇഞ്ചക്ഷൻസ് ഒന്നും ഈ രോഗികളിൽ കൊടുക്കാൻ പറ്റില്ല. അവരുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് ഒരു രീതിയിലും കൂടാൻ പാടില്ല. ആദ്യം നമ്മൾ ശരീര ഊഷ്മാവ് കുറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നെഞ്ചിടിപ്പ് കുറയുമ്പോൾ സാധാരണ ഒരു പേഷ്യൻറ്റിലാണെങ്കിൽ നമ്മൾ അട്രോപ്പിൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷനാണ് കൊടുക്കുക. ഈ രോഗിക്ക് അത് കൊടുക്കാൻ പറ്റില്ല. അതേപോലെ നമ്മുടെ BP കൂട്ടാനായിട്ട് നമ്മൾ സാധാരണ കൊടുക്കുന്ന മറ്റു മെഡിസിൻസ് ഒന്നും ചിലപ്പോൾ ഈ രോഗികളിൽ കാരണം അവരുടെ രക്തക്കൊഴലുകൾ വളരെയധികം സങ്കോചിച്ചിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. ഡോക്ടർ, ഒരു കോളറോടുണ്ട്. ചേർത്തലയിൽ നിന്ന് ഹരിയാണ്. ഹരി, ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, പറഞ്ഞോളൂ. ചേർത്തലനാണ്, ഹരി എന്നാണ് പേര്. പറഞ്ഞോളൂ. സാറേ, നമ്മൾ ഈ സമയത്ത് പുറത്ത് പോകുമ്പോൾ കണ്ണിനൊരു പോച്ചിൽ പോലെയും ചൂട് പോലെയൊക്കെ തോന്നിക്കാറുണ്ട്. ചൂട് കാലത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതാണ്. കഴിഞ്ഞ വർഷവും ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടായി. കണ്ണിന്റെ ഒരു ചൂട് പോലെ ഒരു പോച്ചിൽ പോലെയൊക്കെ. പിന്നെ നമുക്ക് എന്താണ് ബേസിക്കായിട്ട് ഗോഗിൾ യൂസ് ചെയ്യുക. നിങ്ങൾ കണ്ണിന്റെ പവറിൽ എന്തെങ്കിലും മാറ്റമുള്ള ആളാണോ? ഇല്ല, യാതൊരു കുഴപ്പമില്ല. ഇല്ല. അപ്പോൾ അത് നോക്കിയായിരുന്നല്ലോ അല്ലേ? നോക്കി. അപ്പോൾ ബേസിക്കായിട്ട് കണ്ണ് ഇടയ്ക്കിടയ്ക്ക് കഴുകി കൊടുക്കുക. കണ്ണ് ഡ്രൈ ആവാതെ നോക്കുക. യാത്ര അധികമുള്ള ആളാണോ? ബേസിക്കായിട്ട് യാത്ര ചെയ്യാറുണ്ട്. സമയത്തൊക്കെ പറ്റുമെങ്കിൽ ഈ ലൈറ്റ് ക്രമീകരിക്കുന്ന തരത്തിലുള്ള സ്പെക്ടക്കിൾസ് ഉണ്ട്, അത് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കണ്ണിനകത്തോട്ട് പൊടി അടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊടി അടിക്കുകയാണെങ്കിൽ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് കഴുകി കൊടുക്കാൻ നോക്കണം. അതിന് പിന്നെ പറ്റുവാണെങ്കിൽ ഹെൽമെറ്റ് പോലെ അതിന് ഷീൽഡ് ഉള്ള ടൈപ്പ് ഹെൽമെറ്റ്സും കൂടിയും യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ കണ്ണ് ഡ്രൈ ആവില്ല. മിക്കവാറും കണ്ണ് ഡ്രൈ ആയിട്ടുണ്ടാവുന്ന പുകച്ചിലാവാനാണ് സാധ്യത.
കേട്ടോ. പിന്നെ കൂടുതൽ നമ്മുടെ ഉപകരണങ്ങൾ, പ്രത്യേകിച്ച് ഗാഡ്ജറ്റ്സ് പോലുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാതെ നോക്കുക. അതും കണ്ണ് കൂടുതൽ ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഇമ എപ്പോഴും വെട്ടിക്കൊണ്ടിരിക്കണം. ഇമ കൃത്യമായിട്ട് വെട്ടാതെ നമ്മൾ തുടർച്ചയായിട്ട് ഈ ഗൂഗിൾസും മറ്റേ ഗാഡ്ജറ്റ്സ് നോക്കുമ്പോൾ ഇമ വെട്ടുന്നത് കുറയും. അപ്പോൾ അതും കണ്ണ് ഡ്രൈ ആവാനൊരു കാരണമാണ് കേട്ടോ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഏത് രോഗാവസ്ഥയിലും ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡാണ് ആദ്യം കൊടുക്കുന്നത്. ഡോക്ടർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ ഫസ്റ്റ് എയ്ഡ് കൊടുത്ത ഒരാളിനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക് മാറ്റുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഹോസ്പിറ്റലിൽ ഏത് ട്രീറ്റ്മെൻ്റ് ആണ് എടുക്കേണ്ടത്? ഫസ്റ്റ് എയ്ഡിനെ പറ്റി ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ആളെ തണലിലോട്ട് മാറ്റുന്നു, അയാളെ കക്ഷത്തും ഒടിയിലൊക്കെ നമ്മൾ ഐസ് പാക്സ് വെച്ച് കൊടുക്കുന്നു, ഡ്രസ്സസ് മാറ്റുന്നു. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്ത തുണി വെച്ചിട്ട് ചുറ്റി പൊതിയരുത്. ചുറ്റി പൊതിഞ്ഞ് കഴിഞ്ഞാൽ അത് വീണ്ടും ടെമ്പറേച്ചർ കൂട്ടും. അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ബ്ലാങ്കറ്റ്സ് ഉണ്ട്. അത് അങ്ങനത്തെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അത് മെഡിക്കലി ഉള്ള ബ്ലാങ്കറ്റ്സ് ഉണ്ട് അങ്ങനത്തെ. അതല്ലാത്ത രീതിയിലുള്ള നമ്മൾ സാധാരണ തുണി നനച്ചിട്ട് ഒരിക്കലും ചുറ്റരുത്. രോഗിയെ മാക്സിമം ഫ്രീ ആക്കിയിട്ടിട്ട് വിശറിയും അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫാൻ വെച്ച് കൊടുക്കുക, എന്നിട്ട് ദേഹം തണുപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു പ്രാവശ്യം രോഗി ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രോഗിയെ അസസ് ചെയ്യും. അയാളുടെ ഏത് അവയവത്തിനാണ് കേട് പറ്റിയിട്ടുള്ളതെന്ന്. ഇപ്പോൾ ഹൃദയത്തിനാണോ, അല്ലെങ്കിൽ കിഡ്നിക്കാണോ, ലിവറിനാണോ, മറ്റേ മസിലിനാണോ, ഏതിലാണ് കൂടുതൽ കേട് പറ്റിയിട്ടുള്ളത് നോക്കും. അതിനനുസരിച്ച് അദ്ദേഹത്തിന് ഒരു സെൻട്രൽ ലൈൻ ഇടേണ്ടി വരും. കാരണം ബാക്കിയുള്ള പുറത്തുള്ള എല്ലാ രക്തക്കൊഴലുകളും ചുരുങ്ങിയിരിക്കുകയായിരിക്കും രോഗിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സെൻട്രൽ ലൈൻ നമ്മൾ ഇടുക. കഴുത്തിനകത്ത് നിന്ന് ചെറിയൊരു സെൻട്രൽ ലൈൻ ഇട്ട് അദ്ദേഹത്തിൻ്റെ ഹാർട്ടിൽ എത്ര ശതമാനം പ്രഷർ ലെവൽ നിൽക്കുന്നുണ്ടെന്ന് ആദ്യം നോക്കിയിട്ട് അതിന് ആനുപാതികമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 15 ഡിഗ്രി സെൽഷ്യസിലുള്ള ഫ്ലൂയിഡാണ് ഇൻഫ്യൂസ് ചെയ്യുക. അത് ഏതൊക്കെ മെത്തേഡ് പറ്റുമെങ്കിൽ നേരിട്ട് ഡ്രിപ്പായിട്ട് നമുക്ക് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ നോക്കിയിട്ട് അതിനും കൂടി കണക്കാക്കിയിട്ടുള്ള ഡ്രിപ്പ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇല്ലെങ്കിൽ ട്യൂബ് ഇട്ടിട്ട്, നമ്മൾ സാധാരണ റൈൽസ് ട്യൂബ് പോലെ മൂക്ക് കൂടെ ട്യൂബ് ഇട്ടിട്ട് അതുവഴിയും കൊടുക്കാം. പിന്നെ മൂത്രനാളി വഴി ട്യൂബ് ഇട്ടിട്ട് അങ്ങനെയും തണുപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഏതൊക്കെ രീതിയിൽ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാവോ ആ രീതിയിൽ മാക്സിമം നമ്മൾ തണുപ്പിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ മറ്റ് ടെസ്റ്റുകൾ, ഇപ്പോൾ ലിവറിൻ്റെ ടെസ്റ്റുകൾ ചോദിക്കുക, അതിൽ എൻസൈംസ് കൂടി നിൽക്കുകയാണോ, അതേപോലെ പ്രോത്രോംബിൻ ടൈം നോക്കുക. കാരണം ബ്ലീഡിംഗ് ആയിട്ടുള്ള ആളുടെ ശരീരത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ബ്ലീഡിംഗ് ടൈം കൂടാതിരിക്കാനുള്ള, അല്ലെങ്കിൽ പ്രോത്രോൺ ടൈം കൂടാതിരിക്കാനുള്ള പ്ലാസ്മ പോലത്തുള്ള സാധനങ്ങൾ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഫിറ്റ്സ് വല്ലതുള്ള രോഗിയാണെങ്കിൽ ഷോർട്ട് ആക്ടിങ് ബെൻസോഡൈസിപ്പിൻ എന്ന് പറയും, അത് വേണമെങ്കിൽ കൊടുത്തു നോക്കാം. അത് മറ്റേ ബാർബിച്ചറേറ്റ്സ് പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ശരീരത്തിൻ്റെ ഊഷ്മാവ് വീണ്ടും കൂട്ടും. അങ്ങനെ പതുക്കെ ഇദ്ദേഹത്തിൻ്റെ ടെമ്പറേച്ചർ ഇടയ്ക്കിടയ്ക്ക് നോക്കി ഒരു 100 ഡിഗ്രി വരെ എത്തിക്കുക. ഡോക്ടർ, ഒരു കോളറുടെ വെയിറ്റിംഗിലാണ്. പട്ടാമ്പിയിൽ നിന്ന് സജീവാണ്. സജീവ്, സ്വാഗതം ലൈവ് ഡോക്ടേഴ്സിലേക്ക്. ചോദിക്കാം. ഹലോ, സജിയുടെ ഭാര്യയാണ് വിളിക്കുന്നത്. ഡോക്ടറെ, ഞങ്ങളുടെ മോന് ഫിറ്റ്സ് ഉണ്ടായിരുന്നു 1 വർഷമായിട്ട്. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച അവൻ വെയിലത്ത് നിന്ന് ഇങ്ങനെ വന്നതിന് ശേഷം അവന് പെട്ടെന്ന് ക്ഷീണം ഉണ്ടായി. ക്ഷീണം ഉണ്ടായതിനു ശേഷം അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പിന്നെ ബീഫ് ഒരാഴ്ച കഞ്ഞോളം കൊടുത്തപ്പോൾ കുറച്ച് ആശ്വാസമായി. എൻ്റെ പിറ്റേ ദിവസം പിന്നെയും പരീക്ഷയ്ക്ക് പോയിരുന്നു സ്കൂളിൽ. ആ പരീക്ഷയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം പിന്നെ 2 പ്രാവശ്യം ഫിറ്റ്സ് പോലെ ഫിറ്റായിട്ട് വന്നില്ല, ഇതുപോലെ ഇടയ്ക്ക് ഓർമ്മക്കുറവും അടുത്തുനിന്ന് ആരോ പോകുന്ന പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. ക്ഷീണം വന്നു. പിന്നെ ഞങ്ങൾ ആ പിറ്റേ ദിവസം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പം ഒന്നുകൂടെ ഡോസ് കൂട്ടി മരുന്ന് കൊടുത്തു. പഴയത് ആദ്യം കൊടുത്തിരുന്ന 300 ആയിരുന്നു. പിന്നെ എന്ത് മരുന്നാ? വാൽപ്രോയിക് ആസിഡ് ആണോ കൊടുത്തത്? കോർവേറ്റ് 300. ഓക്കെ. ഫിറ്റ്സ് ഉള്ള കുട്ടിയാണ് അല്ലേ? ബേസിക് ആയിട്ട് 1 വർഷമായിട്ട് ഫിറ്റ്സ് ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ വെയിലത്തൊക്കെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്നുള്ള ലവണങ്ങൾ പുറത്തോട്ട് പോകാൻ സാധ്യതയുണ്ട്. ലവണങ്ങൾ ശരീരത്തിൽ വ്യത്യാസപ്പെടുമ്പോൾ ഇപ്പൊ ഗുളിക കൂട്ടി കൊടുത്തതിന് ശേഷമേ അവന് ഭയങ്കര സ്വഭാവമായിട്ട് ഭയങ്കര ദേഷ്യം, ഭയങ്കര ഒരു അടങ്ങിയിരിക്കാതെ വല്ലാതെ ഉപദ്രവിക്കുന്ന വല്ലാത്തൊരു സ്വഭാവം, ഭയങ്കര സ്വഭാവമായിട്ടും ഉണ്ട് അവന്. അതിൻ്റെ ഒരു ചെറിയൊരു എഫക്റ്റ് ആയിരിക്കണം. നിങ്ങൾ ആ കാണുന്ന ഡോക്ടറെ കണ്ടിട്ട് അത് പറഞ്ഞ് അതിന് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ബ്ലഡ് ലെവൽ നോക്കിയിട്ട് ഗുളികയുടെ അത് ഈ ആഘാതവുമായിട്ട് ബന്ധമില്ല. അത് നിങ്ങൾ സാധാരണ ഇങ്ങനെ വെയിലത്തൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് ശരീരത്തിലുള്ള ജലാംശം കുറയുകയോ അല്ലെങ്കിൽ ലവണങ്ങൾ കുറയുകയോ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്ന ഫിറ്റ്സ് വേണമെങ്കിൽ പെട്ടെന്ന് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ കുഴപ്പമാവാമെന്നേ ഉള്ളൂ. അതും ഗുളിക കഴിക്കുന്നതിനോണ്ട് വരുന്ന മറ്റ് പ്രശ്നങ്ങളുമായിട്ട് ബന്ധമില്ല. അത് ഗുളികയുടെ അളവ് ഡോക്ടറെ കാണിച്ചിട്ട് ക്രമീകരിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗുളികകൾ അതിനോട് ചേർക്കുകയായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെയും കണ്ടുകൊണ്ടിരിക്കുന്നത്? ന്യൂറോളജിസ്റ്റിനെ ആരെങ്കിലും ആണോ കാണിക്കുന്നത്? ഡോക്ടറെ, ആ കോള് കട്ടായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ലൈവ് ഡോക്ടേഴ്സിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഡോക്ടർ വളരെ നന്ദി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. അപ്പോൾ ഡോക്ടർ ഇനിയും വീണ്ടും വരിക. അപ്പോൾ എല്ലാ പ്രേക്ഷകരും കണ്ടു കാണും.
ഈ പരിപാടി. എന്തായാലും നിങ്ങൾ രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ വെയിലേൽക്കാതെ ശ്രദ്ധിക്കുക. ഡോക്ടർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. മദ്യപാനം കഴിയുന്നതും ഒഴിവാക്കുക. അപ്പോൾ നല്ല ആരോഗ്യവാന്മാരായി എല്ലാവരും ഇരിക്കട്ടെ എന്ന ആശംസയോടെ ലൈവ് ഡോക്ടേഴ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. You are watching 24 from News Headquarters, Kochi.